ഇപ്പോൾ നിലമ്പൂരിൽ അത് ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുന്ന തരത്തിൽ CPM പ്രചരണം നടത്തിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഭരണ വീഴ്ച അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്? അവസാനം അവിടെ ഇപ്പോൾ കൊട്ടിക്കലാശമായല്ലോ. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ചിത്രം? എന്താ ഇത് രണ്ടും തമ്മിലൊരു വിലയിരുത്തൽ നടത്താൻ ജനങ്ങൾക്കായിട്ടുണ്ടാകുമോ? പ്രേമന് എന്ത് തോന്നുന്നു? പ്രേം എവിടെയെങ്കിലും കേട്ടോ അവിടെ ഈ സ്ഥാനാർത്ഥിയും അൻവറും അമ്മാതിരി ഉപവിപ്ലവമായ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഉപവിപ്ലവം പൊളിറ്റിക്സ് അല്ലേ, ഒരു ചീപ്പ് പൊളിറ്റിക്സ്. അതെ, ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം ഉറപ്പായിട്ടും അത് ഒന്നാമത് നിൽക്കുന്ന ഒരു സാധനം. രണ്ട്, ഈ പറയുന്ന KC വേണുഗോപാൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന്. നമുക്ക് ചോദിക്കാനുള്ള എത്രയോ വേറെ പെൻഷനുകൾ ഇവിടെയുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അല്ലെ, ചെത്തു തൊഴിലാളി പെൻഷൻ, കയർ തൊഴിലാളി പെൻഷൻ, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്തെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് ഉറപ്പായിട്ടും അല്ലേ. ഇത് ഈ മുടങ്ങിക്കിടക്കുന്നത് ഇവിടെയാണ്. ഈ പറയുന്ന ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുന്ന CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് ഊർജവും ഉണ്ടാകുന്നത്, അവർക്ക് ആർജവം ഉണ്ടാകുന്നത്, ഊർജവുമല്ല ആർജവം ഉണ്ടാകുന്നത്. അവരിത് നോട്ടീസ് അടിക്കും. അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനേ കൊള്ളാവൂ, ഇവർക്ക് പ്രതിപക്ഷത്തിരിക്കാനേ കൊള്ളാവൂ. ഇവരിത് നോട്ടീസ് അടിക്കും. എവിടെ കയർ തൊഴിലാളി പെൻഷൻ, എവിടെ കശുവണ്ടി തൊഴിലാളി പെൻഷൻ, എവിടെ മറ്റു പറഞ്ഞ ഈ പെൻഷനുകൾ? ഇതേപോലെ ഈ സർക്കാരിനോട് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടുണ്ടോ? കാര്യം പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു നേതൃത്വം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇപ്പൊ VD സതീശൻ ഈ മാധ്യമ സമ്മേളനത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നതിനപ്പുറം സമരങ്ങളില്ല, ഗ്രൗണ്ട് ലെവലിൽ സമരങ്ങൾ നടക്കുന്നില്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷയങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് പ്രധാന പ്രശ്നമാണ്. പ്രേമ, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇടക്കുമ്പോഴേ അവിടെ ഇതെല്ലാം പറയണം. ഉറപ്പായിട്ടും ഈ പറയണ കാരുണ്യ ആരോഗ്യ പദ്ധതി പ്രേമനറിയോ എത്ര പേർക്ക് കാശ് കിട്ടിയിട്ട് ഈ ഡയാലിസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കീം തുടങ്ങരുത്. എന്തിനു ഈ സ്കീം തുടങ്ങണം? ആരോഗ്യപരമായിട്ടുള്ള കേസുകളുടെ അതിന്റെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ട്, വീണ ജോർജ്. അവസാനം നമ്മൾ അവസാനം കണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. ഇതിനെയൊക്കെ എടുത്ത് എന്തെല്ലാം കാര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനുള്ള സാധനങ്ങളാണ്. ഇതാണോ ഇവിടുത്തെ പ്രതിപക്ഷം? ഇങ്ങനെയാണോ ഒരു പ്രതിപക്ഷം? ആശാവർക്കർമാരുടെ വിഷയം അവരെ നിലമ്പൂരിലെ ആശാവർക്കർമാർ ചെന്നല്ലോ, ഒറ്റയ്ക്കാണ് ചെന്നത്. VD സതീശൻ കോളിനോസ് ചിരിച്ചിരിച്ചു, കൈ കൊടുത്തു. അല്ലാതെ അവര് VD സതീശൻ കണ്ടിട്ടില്ല. VD സതീശൻ അവരെ കണ്ടിട്ടില്ല. VD സതീശൻ അവരുമായി ആശയവിനിമയം നടത്തുകയോ അവർക്കൊപ്പം പോവുകയോ ചെയ്തിട്ടില്ല. അവിടെ എന്തോ പറയും, പ്രതിപക്ഷത്തിന്റെ ഒരു അമിത ആത്മവിശ്വാസമായിരിക്കും ഇതിന്റെയൊക്കെ കാരണം. പ്രേമ, അവിടെ മറ്റേ വ്ളോഗിന്റെ ഇതെടുക്കുമ്പോഴല്ലേ നടന്നിരിക്കണം പ്രേമ. അവിടെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ മോനും ഈ പറയുന്ന ഹൈബിയും, ഇവിടുത്തെ ഹൈബി ഉണ്ടെന്ന് സംശയമുണ്ട് എനിക്ക്. ഉമ്മൻചാണ്ടി സാറിന്റെ മോനും പിന്നെ വേറെ നമ്മുടെ ബൽറാം, ഷാഫി പറമ്പില്, എല്ലാവരും മറ്റേ ആങ്കൂട്ടത്തിൽ ഇവരെല്ലാവരും കൂടെ പിന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്നു, പാവപ്പെട്ട അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു, പടം എടുക്കുന്നു. കോൺഫിഡൻസ് കൂടുതലാണ്. ഇതാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യം. സണ്ണി എന്ന് പറയുന്ന സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റ് ഒരു നല്ലൊരു പ്രസംഗം നടത്തിയത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടോ? എനിക്കറിയില്ല. VD സതീശന്റെ ഷാഡോ. അപ്പൊ ഇതിൽ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ VD സതീശൻ എന്താ? VD സതീശൻ ഇതിൽ എന്താ ചെയ്തത്? VD സതീശന്റെ ഒരു ഷാഡോ. ഇവരെല്ലാം VD സതീശന്റെ ഷാഡോയാണ്. പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ പാലക്കാടത്തെ പെട്ടി വിവാദം പോലെ ഇവർ ഈ വിവാദത്തിനെ എന്തുകൊണ്ട് പൂത്ത് കാച്ചി ഇതിനെ വലുതാക്കാൻ നോക്കാത്ത? തിരിച്ചടിക്കാനുള്ള പേടിയുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് പറയുന്നത്. ഇവരുടെയൊക്കെ നേതാവ് രാഹുലിനെ ഡൽഹിയിൽ ഇതേപോലെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹം വളരെ മാന്യമായിട്ട് മാറിയിരുന്നിട്ടുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേപോലെ പിന്നെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് അധികാരം. ഉറപ്പായിട്ടും ആ കൺസേൺ പ്രദേശം മാതൃകാ പെരുമാറ്റച്ചട്ടം ഞാൻ അനുസരിക്കണം, നിങ്ങൾ അനുസരിക്കണം. എന്തിന്? കെയർടേക്കർ മന്ത്രിസഭയാണ്. പിന്നെ അറിയാമല്ലോ, ഇത് കെയർടേക്കർ അല്ല, ഇപ്പൊ സംഗതികൾ എല്ലാവരും ഉണ്ട്. പക്ഷെ അവിടെ ഒരു ഡ്രാമ കളിക്കാൻ നോക്കി, പൊട്ടി പോലീസായി. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് 4 കൊല്ലത്തെ അല്ല 9 കൊല്ലത്തെ ഭരണത്തിൽ ഈ പ്രതിപക്ഷത്തിന് ഈ ഒരു ക്ഷേമ പെൻഷന്റെ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ സംസാരിക്കാനായിട്ട്, അല്ലേ? ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സംസാരിക്കാനായിട്ട്, വേറെ ഒന്നും സംസാരിക്കില്ലേ? ഇപ്പോൾ ഭരണപക്ഷം പ്രധാന അവകാശവാദം ഉന്നയിക്കുന്നത് ഈ ദേശീയപാത വികസിപ്പിച്ചു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷെ അത് പൊളിഞ്ഞ് നാശകവടാരിയായിട്ട് കിടക്കും. അതൊക്കെ പോയില്ലേ പ്രേമേ? ആരാന്റെ ഗർഭം തന്റെ പണ്ട് മുഹമ്മദ് ബഷീറിന്റെ നോവലില് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, മമ്മൂഞ്ഞ്.
നാട്ടിൽ ഏത് ഗർഭം തരാന്ന് പറയുമായിരുന്നു. അതെ അതെ ഈ മമ്മൂഞ്ഞിന്റെ ഒരു പണിയല്ലേ ഇവർ ചെയ്ത. അതെ. നാറിയില്ലേ? ഇവ ഗഡ്കരിയെ പോലൊരു ഒരു മന്ത്രി ആയതുകൊണ്ട് മരുമോനും അമ്മാവനും രക്ഷപ്പെട്ടു. അതെ. ഗഡ്കരി അല്ല, അതിന്റെ ഇടയ്ക്ക് വേറൊരു തമാശയുണ്ട് കേട്ടോ. ഇപ്പൊ കേന്ദ്രത്തിൽ BJP-യും കേരളത്തിൽ CPM-ഉം അധികാരത്തിലിരുന്നുകൊണ്ട് മാത്രം നടന്നതാണത്രേ ഈ ദേശീയപാത വികസനം. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ CPM എന്ന് പറയുന്നത് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ നടക്കില്ല. അത് ശരിയാണ്, കറക്റ്റ്. കാര്യം ഇവർക്ക് കൊണ്ടുപിടിക്കാനേ അറിയുള്ളൂ. അതെ. ഇപ്പൊ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. അതെ. ഇപ്പൊ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറ് തന്നെ ഇറങ്ങിയത് കൊണ്ടാണ് തറക്കല്ലിട്ടതും അത്രയും ചെയ്തതും ആ കുഞ്ഞു വലുതായതും. അവസാനം നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചൊരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞു, പിണറായി വിജയൻ ഒരു ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഉത്സവം ഇപ്പൊ അദ്ദേഹം ഉത്സവം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഉത്സവങ്ങളുടെ എല്ലാം നടത്തിപ്പുകാരനാണ് അദ്ദേഹം. ഈ ഉത്സവങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് തനിക്കാണ്. ആ ഉത്സവങ്ങളാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഭരണത്തിന്റെ വിജയം. നമ്മൾ ഈ ഉത്സവം എന്ന് പറയുന്നത് ചെറിയ ഉദാഹരണമാണ്. അല്ല, ജില്ലാടിസ്ഥാനത്തിൽ ഉത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4ാം വാർഷികത്തിന്റെ നമ്മളൊരു ചെറിയ ഉദാഹരണം പറയാം. കാര്യം നമ്മുടെ ചാനലൊക്കെ കാണുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഉദാഹരണം പറയുന്നത്. ഈ ഉത്സവങ്ങൾ നടത്തുന്നത് ഈവന്റുകാരാണ്. എന്റെയും നിങ്ങളുടെയും പണം ഈ പറയുന്ന ഖജനാവിൽ നിന്ന് ഊരാളുകളിലാണ് പോകുന്നത്. ഊരാളുകളുടെ ഫണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഊരാളുകൾ സൊസൈറ്റിയുടെ കാശ് എത്രയാണെന്ന് നോക്കിയാൽ സർക്കാരിന്റെ കാശിനേക്കാളും ഊരാളുകളിൽ കാണും. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, കണ്ണൂരുകാരായിരിക്കും ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെന്ന്. കാലാകാലങ്ങളിൽ ഈ ഭരണത്തിനെ തകർക്കുന്നത് കണ്ണൂരുകാരാണ്. കണ്ണൂരിലെ CPM-കാരാണ്. ബാക്കി CPM-കാരൊന്നും CPM-കാരല്ല. അവരാരും നശിപ്പിക്കാൻ പോയിട്ടില്ല. G. സുധാകരനെ ഐസക്കിനെയാണോ ഉദ്ദേശിക്കുന്നത്? G. സുധാകരന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ നാടുമായി ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന ആർക്കറിയാം? ആരിഫിനറിയാം, സലീമിനറിയാമോ? അല്ലേ? H. സലീമിനറിയാമോ? സലാമിനറിയാമോ? എനിക്ക് ക്ഷമിക്കുക, സലാമിനറിയാമോ? ആരിഫിനറിയാമോ? ആരിഫിനറിയാമോ? പുച്ഛമല്ലേ അവർക്കെല്ലാം. പിന്നെ നിങ്ങൾ മറ്റൊരു പേര് പറഞ്ഞ ആരായിരുന്നു? തോമസ് ഐസക്. അദ്ദേഹം അമേരിക്കൻ ചാരനാണ്. എടോ, ഐസക്കിനൊക്കെ ഇപ്പൊ എന്താ പറയാ, വിഷമമുണ്ടോ? അദ്ദേഹത്തിനൊക്കെ CC-യിൽ അംഗമാക്കിയിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അല്ല, ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് CPM-ന്റെ പരമോന്നത പദവിയാണ് CC അംഗമാവുക എന്നുള്ളത്. അദ്ദേഹത്തിന് അതിലാക്കിയിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് കുറവാണ് അദ്ദേഹത്തിനുള്ളത്? പത്തനംതിട്ട സീറ്റ് കൊടുത്തില്ലേ, തോറ്റുപോയി. തോപ്പിച്ചതല്ലേ? സജി ചെറിയാൻ തോപ്പിച്ചതല്ലേ? അപ്പൊ നമുക്ക് CPM രാഷ്ട്രീയം പറയേണ്ട ഒരവസരത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യം, പ്രതിപക്ഷം അഡ്ജസ്റ്റ്മെന്റ് കളിക്കുകയാണ്. ഇന്ന് കലാശക്കൊട്ട് കൊട്ടുമ്പോൾ പ്രതിപക്ഷത്തോട് നമുക്കുള്ള ഒറ്റ ചോദ്യം, നിങ്ങളൊരു 10 ചോദ്യം നിങ്ങൾ ചോദിച്ചോ, ജനങ്ങളോട് സംസാരിച്ചോ, അല്ലേ? മറ്റു വിവാദങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോയി, അത് വാസ്തവമാണ്. അല്ല, ഈ ഒരു ക്ഷേമ പെൻഷൻ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. ആശുപത്രിയിൽ മരുന്നുണ്ടോ? അല്ല, നിങ്ങൾ ഞാനും പോയിട്ടില്ലേ? പാവം മാതൃഭൂമിയിൽ ഒരു ക്യാമറമാൻ പടഞ്ഞു വീണ് മരിച്ചത് 2 കൊല്ലം മുമ്പല്ലേ? അതെ. നമ്മുടെ ഒക്കെ ഒപ്പം ജോലി ചെയ്ത ചെറുപ്പക്കാരനല്ലേ? അതെ അതെ. നമ്മുടെ ഒപ്പം ഉള്ളത് പറഞ്ഞുകൊണ്ടെന്നല്ല, നമ്മുടെ ആരെല്ലാം എന്തെല്ലാം ആപത്തുകൾ നേരിട്ടിട്ടുണ്ട് ഈ ആരോഗ്യ നിയമനങ്ങൾ നടക്കാത്ത പ്രശ്നമുണ്ട്. എത്ര ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അലയുന്നു. എത്ര നാളുകൊണ്ട് ആശാ വർക്കർമാർ സമരം കിടന്നിട്ട് ഈ സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന്റെ തൊട്ടടുത്താണ്. ഈ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? വിവരമുള്ള ആൾക്കാർ ചോദിക്കണമെന്നറിയോ, ഇദ്ദേഹം ഏത് സമരം നയിച്ചിട്ടുണ്ടെന്നാണ്. ശരിയല്ലേ? പ്രേമ ആലോചിച്ച് നോക്ക്, ഇദ്ദേഹം ഏത് സമരം നയിച്ചിട്ടുണ്ട്? ഇദ്ദേഹം ഒരു സിംഗിൾ സമരം നയിച്ചിട്ടുണ്ടോ? ഒരു തൊഴിലാളി നേതാവെന്ന രീതിയിൽ പരാജയമാണ് ഇദ്ദേഹം. അല്ല, ഒരു സിംഗിൾ സമരം നയിച്ചിട്ടില്ല. സമരം നയിച്ചവനെ സമരക്കാരുടെ മനസ്സറിയാവോ, ആ വേദന അറിയാവോ? അവൻ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. കൊട്ടിക്കലാശം ഈ സമയത്ത് അവിടെ നടക്കുകയായിരിക്കും നിലമ്പൂര്. പക്ഷെ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ VD സതീശൻ ചോദിച്ചിട്ടില്ല. ഉറപ്പാണ്, അല്ലേ? ഉറപ്പാണ്. മുഖ്യമന്ത്രിയെ പേടിയാണ് VD സതീശൻ. അത് തന്നെ നമുക്ക് ധരിക്കാം.